പൊന്നിനെന്നും പൊന്നും വിലയാണ്. മറ്റേത് സമ്പാദ്യവും നൽകുന്നതിലേറെ മൂല്യമാണ് സ്വർണം ഇപ്പോൾ നൽകുന്നത്. ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങളും ഏറ്റക്കുറച്ചിലുകളുമാണ് ഇന്ത്യയിലെ സ്വർണ്ണ വിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്നാൽ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില ഉയരുമ്പോൾ ഇന്ത്യയിൽ വില കുറയണമെന്നില്ല. സ്വർണ്ണവിലയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രത്യേകിച്ച് കേരളത്തിലേത് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് ഈ വർഷം തുടക്കത്തിലായിരുന്നു. 2026 ജനുവരി 29-നായിരുന്നു ആ ചരിത്രപരമായ കുതിച്ചുചാട്ടം സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. അന്ന് 22 ക്യാരറ്റ് സ്വർണത്തിന് 16,395 രൂപയായിരുന്നു ഗ്രാമിന്. പവനാകട്ടെ 1,31,160 രൂപയും. സാധാരണക്കാർക്ക് സ്വർണം ശരിക്കും പറഞ്ഞാൽ സ്വപ്നം എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വിലവർധനവ് തന്നെയാണ് അന്ന് കണ്ടത്. കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇനിയും പലിശ കുറയ്ക്കാനുള്ള സാധ്യതകളാണ് സ്വർണ്ണവിലയെ ആഗോളതലത്തിൽ റെക്കോർഡ് ഉയരത്തിലേക്ക് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. 1,00,000-ന് താഴേക്ക് സ്വർണ്ണവില തുടക്കം മുതലേ നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒട്ടും തിരിച്ചുവരവില്ലാത്ത രീതിയിൽ വ്യാപാരം നടക്കുന്നു. മാത്രമല്ല, ഇറാൻ, അമേരിക്ക, റഷ്യ, യുക്രൈൻ യുദ്ധം തുടരുന്നതും സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. തുടർച്ചയായ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നേരിയ ഇടിവുകൾ ശരിക്കും പറഞ്ഞാൽ വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നവർക്കും സാധാരണക്കാർക്കും ചെറിയൊരു ആശ്വാസം വിപണിയിൽ നൽകുന്നുണ്ട്. എങ്കിലും 1,00,000-ന് മുകളിൽ തന്നെ വില തുടരുന്നത് വിപണിയിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ്. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വരും ദിവസങ്ങളിലും വിലയിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആഗോളതലത്തിലാകട്ടെ US പണപ്പെരുപ്പം, US പലിശ നിരക്കുകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥ, വൻകിട രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ, രാജ്യാന്തര നയങ്ങൾ, ഓഹരി വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ, ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ മഞ്ഞലോഹത്തിന് വില ഇരട്ടിയായി കൂടാൻ കാരണമാകുന്നു. പ്രധാനമായി ഇറാൻ US മൂന്നാം ഘട്ട ചർച്ച പരാജയപ്പെട്ടതാണ് ആഗോള വിപണിയെ തകിടം മറച്ചത്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില ഉയരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്നില്ല. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കൂടുമ്പോൾ ഇന്ത്യയിൽ കൂടണമെന്നുമില്ല. അതേസമയം പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് നിരക്ക് എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ 1,40,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. കേരളത്തിൽ വിവാഹ സീസൺ ആരംഭിക്കുന്നതിനാൽ സ്വർണത്തിന് ഡിമാൻഡ് ഏറുന്ന സമയമാണ്. എന്നാൽ വില കൂടുന്നതുകൊണ്ട് സ്വർണം വാങ്ങുന്നവർ ആഭരണങ്ങൾക്ക് പകരമായി കൊയിനും മറ്റുമാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നതെന്ന് വ്യാപാരികളും പറയുന്നു. എന്നാൽ ഇത് വ്യാപാരികളെ സംബന്ധിച്ച് നഷ്ടക്കച്ചവടമാണ്. ആഗോളതലത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, ഡോളർ രൂപ നിരക്കിലെ വ്യതിയാനം, സ്വർണത്തിന്റെ രാജ്യാന്തര വിലയിലുണ്ടായ വർധനവ് എന്നിവയാണ് ഇപ്പോൾ ഈ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കുന്നത്. പുതിയ യുദ്ധ സാഹചര്യം ഉടലെടുത്തതും നിക്ഷേപകർക്കിടയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണമാണ് ഇവിടേക്ക് ഇറക്കുമതിയും ചെയ്യുന്നത്. അതേസമയം സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടർന്നാൽ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യവും ബാക്കിയാണ്. എന്തായാലും ഇനിയും സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.